ചണ്ഡീഗഡിൽ ചേരുന്ന സിപിഐയുടെ 25ാം പാർട്ടി കോൺഗ്രസിൽ പ്രതിനിധി ചർച്ചകൾ ഇന്ന് ആരംഭിക്കും. പ്രായപരിധി അടക്കമുള്ള വിഷയങ്ങൾ ഇന്ന് പ്രതിനിധി ചർച്ചയിൽ ഉയർന്നുവരും എന്നാണ് സൂചന. കരട് രാഷ്ട്രീയ പ്രമേയത്തിലാണ് ആദ്യം ചർച്ച നടക്കുക. ബൽറാം നെടുങ്ങാടിയാണ് ചണ്ഡീഗഡിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നത്. ബൽറാം, വെരി ഗുഡ് മോർണിംഗ്. പ്രായപരിധിയുമായി ബന്ധപ്പെട്ട ചർച്ചയുണ്ടാകും. ഒപ്പം തന്നെ മൊത്തം ഈ സമ്മേളനത്തിൽ ഈ പറയുന്നത് പോലെ പാർട്ടിയുടെ ഒരു പഴയ പ്രതാപം വീണ്ടെടുക്കുക എന്ന നിലയിലുള്ള ചർച്ചകളും ഉണ്ടാകുമല്ലോ. വെരി ഗുഡ് മോർണിംഗ് ക്രിസ്റ്റീന, റിജിത്ത്. CPIയുടെ 25ാം പാർട്ടി കോൺഗ്രസിലെ മറ്റ് കൊടി ഉയർത്തൽ ഒപ്പം തന്നെ ഉദ്ഘാടന സമ്മേളനം എല്ലാം പൂർത്തിയായി. റിപ്പോർട്ടുകൾ ഇന്നലെ 3 കരട് റിപ്പോർട്ടുകളും അവതരണവും പൂർത്തിയായിട്ടുണ്ട്. ചർച്ചകൾ ഇന്നലെ വൈകിട്ട് ആരംഭിക്കാനിരുന്നതായിരുന്നു എങ്കിൽ പോലും മറ്റ് പരിപാടികളെ തുടർന്ന് ഏതാണ്ട് 1.5 മണിക്കൂറോളം വൈകിയാണ് നേരത്തെ ക്രമീകരിച്ച സമയത്തിൽ നിന്ന് മുന്നോട്ട് പോയത്. അതുകൊണ്ട് തന്നെ ഈ പ്രതിനിധി ചർച്ചകൾ ഇന്നായിരിക്കും ആരംഭിക്കുക. ഇന്ന് രാവിലെ മുതൽ 3 റിപ്പോർട്ടിലുള്ള പ്രതിനിധി ചർച്ചകളായിരിക്കും ഉണ്ടാകുക. അതിലേറ്റവും പ്രസക്തം എന്നുള്ളത് പ്രായപരിധി മാനദണ്ഡം. കഴിഞ്ഞ പാർട്ടി കോൺഗ്രസിൽ വിജയവാഡയിൽ കൊണ്ടുവന്ന ഈ പ്രായപരിധി മാനദണ്ഡം കർശനമായി പാലിക്കുമോ എന്ന കാര്യത്തിൽ തന്നെയാണ്. അത് ഏറെ കൗതുകമുയർത്തുന്ന ഒരു ചോദ്യവുമാണ്. കാരണം ജനറൽ സെക്രട്ടറി D. രാജ അങ്ങനെയെങ്കിൽ പദവി ഒഴിയേണ്ട സാഹചര്യമുണ്ടാകും. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ എന്തെങ്കിലും ഒരു സമവായത്തിലേക്ക് എത്താൻ സാധ്യതയുണ്ടോ തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ ഈ ചർച്ചകളിലായിരിക്കും തീരുമാനമാകുക. അത് സംഘടനാ രേഖയുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളിലായിരിക്കും അക്കാര്യങ്ങൾ ചർച്ച ചെയ്യുക. അതേസമയം ആദ്യം ചർച്ചയ്ക്കായി എടുക്കുന്നത് രാഷ്ട്രീയ പ്രമേയമാണ്. 3 മണിക്കൂറോളം ചർച്ച ഈ രാഷ്ട്രീയ പ്രമേയ രേഖയിൽ ഉണ്ടാകും. അതിനുശേഷമായിരിക്കും സംഘടനാ റിപ്പോർട്ടിൽ ഉള്ള ചർച്ചകൾ നടക്കുക. ആ ഘട്ടത്തിൽ പ്രായപരിധി അടക്കമുള്ള കാര്യങ്ങൾ ഉയർന്നു വരും. അതേസമയം ഈ രാഷ്ട്രീയ പ്രമേയത്തിൽ ദേശീയ തലത്തിൽ പാർട്ടി ശക്തിപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ ക്രിസ്റ്റീന സൂചിപ്പിച്ച പോലെ തന്നെ ഈ ഒരു പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായി തന്നെ പാർട്ടി അതിൻ്റെ ലക്ഷ്യം പ്രഖ്യാപിച്ചിട്ടുണ്ട്. പാർട്ടിയെയും ഇടതുപക്ഷത്തെയും ഒപ്പം തന്നെ രാജ്യത്തെ മതേതര ജനാധിപത്യ സഖ്യത്തെയും ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ്. എന്നാൽ കഴിഞ്ഞ കാലങ്ങളിലെല്ലാം തന്നെ പാർട്ടി അത്തരത്തിൽ സഖ്യത്തെ രൂപപ്പെടുത്തി. ഇന്ത്യ സഖ്യം നിലവിലുണ്ട് എങ്കിൽ പോലും പല സംസ്ഥാനങ്ങളിലും പാർട്ടിയെ ഇപ്പോഴും വേണ്ട രീതിയിൽ ആ ഒരു സഖ്യത്തിൻ്റെ ഭാഗമായ അല്ലെങ്കിൽ സഖ്യത്തിന് നേതൃത്വം നൽകുന്ന പാർട്ടികൾ ഗൗനിക്കുന്നില്ല എന്ന ഒരു ആക്ഷേപം പാർട്ടിക്കുണ്ട്. ഈ ഒരു രാഷ്ട്രീയ പ്രമേയത്തിലും അത് കൃത്യമായി തന്നെ പ്രതിഫലിച്ചിരുന്നു. ജാർഖണ്ഡ്, മഹാരാഷ്ട്ര, ഹരിയാന തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ സഖ്യ ചർച്ചകൾ പോലും നടത്താൻ കോൺഗ്രസ് തയ്യാറായിരുന്നില്ല എന്നുള്ള ആരോപണം അല്ലെങ്കിൽ അത്തരത്തിലുള്ള വിമർശനം ഈ റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എന്തായിരിക്കണം ഇത്തരം സഖ്യങ്ങൾ രൂപീകരിക്കുമ്പോൾ ഭാവിയിലെ തീരുമാനം എന്നുള്ള കാര്യത്തിൽ ഈ ചർച്ചകളിലായിരിക്കും ഒരു തീരുമാനമെടുക്കുക പാർട്ടി. അത് ഏറെ പ്രസക്തവുമായും പാർട്ടിക്ക് ശക്തിയുള്ള സ്ഥലങ്ങളിൽ ഒറ്റയ്ക്ക് മത്സരിക്കാൻ തയ്യാറാകണമെന്നും എങ്കിൽ മാത്രമേ പാർട്ടി സംഘടനാ തലത്തിൽ ശക്തിപ്പെടൂ എന്നുമുള്ള അഭിപ്രായങ്ങൾ അംഗങ്ങൾക്ക് ഉണ്ട്. അത് ഇന്നത്തെ ചർച്ചകളിൽ ഉയരും എന്ന് തന്നെയാണ് നമുക്ക് ലഭ്യമാകുന്ന സൂചനകൾ. ഒപ്പം തന്നെയാണ് സംഘടനാ റിപ്പോർട്ടിൽ നടക്കുന്ന ചർച്ചകളും പാർട്ടിയെ ബൽറാം നെടുങ്ങാടി ചണ്ഡീഗഡിൽ നിന്ന് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. പാർട്ടി കോൺഗ്രസ് അതിന്റെ പ്രധാനപ്പെട്ട നടപടികളിലേക്ക് കടക്കുകയാണ്. രാഷ്ട്രീയ പ്രമേയത്തിന്മേലും സംഘടനാ റിപ്പോർട്ടിന്മേലും ഇന്ന് ചർച്ചയുണ്ടാകും. ബൽറാം നെടുങ്ങാടി വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.